എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മളോട് പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവയ്ക്ക് ഫൈനാൻസിംഗ് പ്രകാരം നൽകിയ ഉത്തരങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാകുന്ന രീതിയിൽ 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യപേപ്പറുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റു പരീക്ഷകളിലും ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി കഞ്ഞിവെള്ളമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ലായനിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ലായനി എന്ന് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ലായനി എന്ന് പറയുന്നതിൽ നൽകിയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് എന്തെന്ന് പറയുന്നത് ലായനി എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് ലായനി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഉപ്പ് ലായനി എടുക്കാം. ഉപ്പും ജലവും ചേർന്നാണ് നമ്മുടെ ഉപ്പ് ലായനി എന്ന് പറയുന്നത്. ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഉപ്പും ജലവും ചേർന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളെയാണ് നമ്മുടെ ലായനികൾ എന്ന് പറയുന്നത്. ഈ ലായനികളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിലൊന്നെന്ന് പറയുന്നത് പൂരിത ലായനിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തി പൂരിത ലായനി. രണ്ടാമത്തത് എന്ന് പറയുന്നത് അപൂരിത ലായനിയാണ്. ഇതിൽ പൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുന്നത്. ഒരു ലായനി എടുക്കുകയാണെങ്കിൽ ലായകവും ഉണ്ട് ലീനവും ഉണ്ട്. ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത് ലീനമാണ്, ജലം എന്ന് പറയുന്നത് ലായകമാണ്. ഉപ്പ് ലയിക്കപ്പെടുന്ന ജലം ലായകമാണ്. ആ ജലത്തിലേക്ക് വന്ന് ലയിക്കുന്ന ഉപ്പ് എന്താണ്? ലീനമാണ്. അപ്പോൾ ഇവിടെ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിക്കപ്പെട്ട ആ ലായനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂരിത ലായനി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ലീനം എന്താണ്? അതിൽ ലയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപൂരിത ലായനി എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഈ പൂരിത ലായനി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപൂരിത ലായനി എന്ന് പറയുന്നത്. അതായത് പരമാവധി ലീനം അതിൽ ലയിക്കപ്പെട്ടിട്ടില്ല, വീണ്ടും അതിലെന്താണ്? ലീനം ലയിക്കപ്പെടാനായിട്ടുണ്ട്. അതായത് അപൂരിത ലായനിയിൽ വീണ്ടും എന്താണ്? ലീനം ലയിക്കപ്പെടും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് രണ്ടുമാണ് ലായനിയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന മറ്റൊരു ടേമാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ എന്താണ് ഭിന്നാത്മക മിശ്രിതം? അതോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഏകാത്മക മിശ്രിതം. അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഏകാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതം എന്താണ്? അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതം എന്താണ്? ഇതിൽ ഈ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മിശ്രിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മളൊരു ഉപ്പ് ലായനി എടുക്കാമെന്ന് വിചാരിക്കും. ആ ഉപ്പ് ലായനിയിൽ എവിടെ നമ്മൾ രുചിച്ചു നോക്കിയാലും അതിൻ്റെ ഉപ്പുരസം ഒരേപോലെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതായത് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഏകാത്മക മിശ്രിതം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് വിളിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണ്? ചെളിവെള്ളം എന്ന് പറയുന്നത് ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. ഇംഗ്ലീഷിൽ അതിനെ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിശ്രിതം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കില്ല ചേർന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇവയുടെ എക്സാമ്പിൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഉപ്പ് ലായനി, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാര വെള്ളം. അതേപോലെ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വായു എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണമാണ്. ഇനി ഭിന്നാത്മക മിക്സ്ചർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ചെളിവെള്ളം ഭിന്നാത്മക മിക്സ്ചറിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഉപ്പും മണലും കലർന്ന മിശ്രിതമുണ്ട്, അതും ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന മണ്ണെണ്ണ ഉണ്ടല്ലോ, അതും എന്താണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചർ, മറ്റൊന്ന് ഹെറ്ററോജീനിയസ് മിക്സ്ചർ.
ഇനി ഈ ഹോമോജീനസ് മിക്സ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഉപ്പുവെള്ളം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉപ്പിനെയും അതുപോലെ തന്നെ വെള്ളത്തെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കതിനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊരു പോയിന്റാണ്. ഹോമോജീനസ് മിക്സ്ചർ അല്ലെങ്കിൽ ഏകാത്മക മിക്സ്ചറിൻ്റെ ഒരു സവിശേഷതയാണ് നഗ്നനേത്രം കൊണ്ട് ഈ പറയുന്ന ഏകാത്മക മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഹെട്രോജീനസ് മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ ആ ഹെട്രോജീനസ് മിക്സ്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിലെ ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ പറ്റും ഏതില്? ഈ പറയുന്ന ഭിന്നാത്മക മിശ്രിതത്തിൽ. ഒരു ചെളിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിലെ ഘടകങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അതേപോലെ തന്നെ മണ്ണെണ്ണ ലയിച്ച വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മിക്സ്ചറിന്റെ ഒരു സവിശേഷത നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഹോമോജീനസ് മിക്സ്ചറിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏത്, ഹെട്രോജീനസ് മിക്സ്ചറിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ലായനി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCRT പറയുന്ന കുറച്ച് പോയിന്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിചയപ്പെടുത്തുന്നത് നമ്മുടെ 44ാമത്തെ ചോദ്യമാണ്. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഏത് തരത്തിലുള്ള ലായനി ആയതിനാലാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബഫർ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബഫർ ലായനി എന്ന് പറയുന്നത്? ശരിക്കും നമ്മുടെ ഈ ഒരു ചോദ്യം നോക്ക്. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, എന്നാൽ pH സ്ഥിരമായിട്ട് നമ്മുടെ രക്തത്തിൽ നിലനിൽക്കുന്നു. രക്തത്തിന്റെ pH എത്രയാണ്? 7.4 ആണ് രക്തത്തിന്റെ pH. അപ്പോൾ രക്തത്തിന്റെ pH എന്താണ്? 7.4 ആണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ രക്തം എന്ന് പറയുന്നത് ഒരു ബഫർ ലായനിയാണ്. അപ്പോൾ രക്തത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത് ഏത്? അപ്പോൾ അതിലൊരു പോയിന്റ് തന്നെയായിരിക്കും രക്തം ഒരു ബഫർ ലായനിയാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. അപ്പോൾ എന്താണ് ഈ ബഫർ ലായനി എന്ന് പറയുന്നത്? നേർപ്പിക്കുമ്പോഴോ ചെറിയ അളവിൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് ചേർക്കുമ്പോഴോ ഉണ്ടാകുന്ന pH വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ലായനിയാണ് എന്ന് പറയുന്നത് ബഫർ ലായനി. അപ്പോൾ രക്തത്തിന്റെ pH എപ്പോഴും 7.4 ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആസിഡ് കലർന്ന ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ ആൽക്കലി തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാലോ ഈ രക്തത്തിലെ pH എപ്പോഴും സ്ഥിരമായിട്ട് ഏതിൽ നിലനിർത്തും? 7.4ൽ തന്നെ നിലനിർത്തും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഫർ ലായനി എന്ന് പറയുന്നത്. അപ്പോൾ രക്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബഫർ ലായനിയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ എന്താണ്? അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രക്തത്തിലെ pH എത്രയാണെന്ന് വെച്ചാൽ 7.4 ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. 5 മുതൽ 5.5 ലിറ്റർ ആണ് നമ്മൾ പഠിക്കും. പിന്നെ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം നമ്മൾ 3 മുതൽ 6 മിനിറ്റ് ആണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന രക്തബാങ്കിൽ ഈ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ്. അവിടെ നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു രാസവസ്തുവുണ്ട്. സോഡിയം സിട്രേറ്റ് എന്നതാണ് ആ രാസവസ്തുവിൻ്റെ നാമം. അപ്പോൾ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേരും ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഒരു രാസവസ്തുവിൻ്റെ പേര് ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ ആണെന്ന കാര്യം ഓർക്കുക. ഹെപ്പാരിൻ ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ കുളയട്ടയുണ്ട്, കുളയട്ട. ആ കുളയട്ടയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ ശരീരത്തിൽ വന്ന് കടിക്കുമ്പോൾ അതിന് ഈ രക്തം കുടിക്കണം. അപ്പം രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അത് പുറപ്പെടുവിക്കുന്നതാണ് ഹിരുഡിൻ എന്ന് പറയുന്ന ഈ രാസവസ്തു. ഇതൊക്കെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹിരുഡിൻ എന്ന് പറയുന്ന രാസവസ്തു. ഇനി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഇനി ജീവന്റെ നദി എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്? രക്തമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തതായിട്ട് നമ്മൾ 45ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ള ഒരു സിമ്പിൾ ചോദ്യം ഇങ്ങനെ വലിച്ചു നീട്ടി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹൈഡ്രജൻ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക.
അപ്പോൾ ഇവിടെ എന്താണ് ഭാവിയിലേക്കുള്ള ഇന്ധനം എന്നറിയപ്പെടുന്ന ഏതാണ് ഹൈഡ്രജൻ ആണ്. അപ്പം നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഭാവിയുടെ ഇന്ധനം ഏതാണ് ഹൈഡ്രജൻ ആണ്. ആ ഒരു ചോദ്യമാണ് ഈ ഒരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, സ്വയം കത്തുന്ന മൂലകം, മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന മൂലകം, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം, സൂര്യനിൽ കൂടുതലുള്ള മൂലകം, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം, അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം, കലോറിക മൂല്യം കൂടിയ മൂലകം, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളിവിടെ പരിചയപ്പെട്ട ഹൈഡ്രജനാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പം അതിൽ പണ്ട് മുതലേ PSC ചോദിച്ചുകൊണ്ടിരുന്ന ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ഈ ഒരു രീതിയിൽ എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 46ാമത്തെ ചോദ്യമാണ്. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതെന്നാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നളചരിതമാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നളചരിതമാണ് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നളചരിതമാണ്. ഇത് രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഈ നളചരിതം ആട്ടക്കഥ രചിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉണ്ണായി വാര്യർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഉണ്ണായി വാര്യരാണ് ഈ പറയുന്ന നളചരിതം ആട്ടക്കഥ രചിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉണ്ണായി വാര്യരാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആട്ടക്കഥയായിട്ട് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈ പറയുന്ന നളചരിതമാണെന്ന കാര്യം ഓർത്തിരിക്കുക. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 47ാം ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കേശവന്റെ വിലാപമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് മുകുന്ദന് എന്ത് ലഭിക്കുന്നത്? വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ മുകുന്ദന് 2023 വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന കൃതി. ഇനി ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്നത് മുകുന്ദന്റെ കൃതി തന്നെയാണ്. 1992 സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതി എന്ന കാര്യം ഓർക്കുക. ഡൽഹി എ സോളിലോൾക്കി അതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത്. അത് മുകുന്ദന് 2021 JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഡൽഹി എ സോളിലോക്കി എന്ന് പറയുന്ന കൃതി. അതുപോലെ തന്നെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ മാഹി വിമോചന സമരം പശ്ചാത്തലമാക്കി മുകുന്ദൻ രചിച്ച കൃതിയാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതി. ഇനി നിങ്ങൾ എന്ന് പറയുന്ന കൃതി രചിച്ചതുമാരെ തന്നെയാണ് മുകുന്ദൻ തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2023 പത്മരാജൻ പുരസ്കാരം നേടിക്കൊടുത്ത ഒരു നോവലാണ് ഈ പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന നോവൽ. ഇനി അടുത്ത 48ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന 1930 എന്നാണ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930 വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ തന്നെ മണക്കുളം മുകുന്ദരാജ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് 1930 കാലഘട്ടത്തിൽ എന്ത് സ്ഥാപിക്കുന്നത്? കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലം 1927 എന്ന് പറയുന്നത് കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളുണ്ട്. 1927 എന്ന് പറയുന്ന വർഷത്തിൽ കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കലാമണ്ഡലം ഔദ്യോഗികമായിട്ട് കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് 1930 നവംബർ 9 ഉദ്ഘാടനം ചെയ്തു. ഇനി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ്. ഇതിന് അന്ന് നേതൃത്വം നൽകിയ 2 പേരുകളുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വള്ളത്തോൾ എന്ന് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആരും കൂടെയുണ്ട്? മണക്കുളം മുകുന്ദരാജയും കൂടി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ വള്ളത്തോൾ നാരായണ മേനോൻ, രണ്ടാമതായിട്ട് ഈ പേരും കൊടുക്കും, മുകുന്ദരാജയുടെ പേരും കൊടുക്കും, 4ാമത്തെ ഓപ്ഷനിൽ A and B എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വള്ളത്തോളിനെ മാത്രം കറപ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ 1957 ഈ കേരള കലാമണ്ഡലത്തെ ആര് ഏറ്റെടുത്തു? കേരള സർക്കാർ ഏറ്റെടുത്തു. 2007 കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവിയൊക്കെ ലഭിക്കുന്നുണ്ട്. 2010 UGCയുടെ A കാറ്റഗറി കിട്ടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള കലാമണ്ഡലത്തിലെ നിലവിലെ ചാൻസലറുടെ പേര് ഓർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ മല്ലിക സാരാഭായി ആണ്. അടുത്ത ചോദ്യം 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതെന്നാണ് 49ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഭുവനേശ്വറാണ്. ഭുവനേശ്വർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഒഡീഷയിലെ ഭുവനേശ്വറാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 50ാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നാണ്. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്. ഗാദർ കമ്മിറ്റിയാണ് ഈ പറയുന്ന കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗാദർ കമ്മിറ്റിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗാദർ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ശുപാർശ ചെയ്ത കമ്മിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് GK യുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ ഏതാനും ക്ലാസ്സിലൂടെയായിട്ട് പൂർത്തീകരിക്കുകയാണ്.
മാക്സിമം ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുപിട്ടാം. അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.